ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു പ്രോഡക്റ്റിൻ്റെ ഒരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് ഇന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ക്ലാസ്സില്ല. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം എനിക്ക് തോന്നിയത്. അപ്പോൾ അവരൊക്കെ എണീക്കുന്നതിന് മുന്നേ ഒരു 6 മണിക്ക് ടൈമിലാണ് കേട്ടോ ഈ ഒരു കട്ടിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടി വെച്ച് പിന്നെ കുറച്ച് സ്ക്രഞ്ചീസ് അടിക്കാൻ വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മെഷീനെടുത്തിട്ട് കുറച്ച് ഓയിലൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഡെയിലി ഉപയോഗിക്കാത്ത കാരണം ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ ഇപ്പോൾ മെഷീൻ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിലൊക്കെ കൊടുത്തിട്ട് സ്മൂത്ത് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുറച്ച് സ്ക്രഞ്ചീസ് പകുതി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചായ കുടിച്ചിട്ട് ബാക്കി ചെയ്യാം. അങ്ങനെ ലൈറ്റായിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്നുകൂടെ ഉഷാറായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും അടിച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. ഇനി കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരിയും ഫിഷ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷ് മേടിക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം പത്തിരിയുടെ പണി കഴിക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിനുള്ള പൊടി ഇട്ടെടുത്തിട്ട് ആ ഒരു മെത്തേഡിലായിട്ട് ഞാൻ വാട്ടിയെടുക്കാറ്. കാരണം ഇതുപോലെ ഒരു ഗ്ലാസ്, ഒരു കപ്പ് പൊടി, ഒരു കപ്പ്, അങ്ങനത്തെ ഒരു അളവ് മെഷർമെൻറ്റ് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നതിൽ എടുക്കാറില്ല. ഈവൻ പത്തിരി മാത്രമല്ല, ചപ്പാത്തിയൊക്കെ ആ ഒരു പൊടി കുറച്ച് എടുക്കും. നമ്മളുടെ ആ ഒരു 3 പേർക്ക് എത്ര ക്വാണ്ടിറ്റി വേണം ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് എൻ്റെ അളവ്. പിന്നെ അതിനോട് സെറ്റായാൽ നമുക്കറിയാമല്ലോ എത്രത്തോളം വേണ്ടി വരും. പൊടി വാട്ടാനും ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കാനും ഇതുപോലെ വട്ടത്തിലുള്ള ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു പാത്രം ആയിരിക്കും കേട്ടോ ഒന്നുകൂടെ നന്നായിരിക്കുക. അപ്പോൾ ഈ ഒരു കനുള്ള ചട്ടി തന്നെയാണ് ഞാൻ വാട്ടണതും കുഴച്ചെടുക്കുന്നതും ഇതിൽ തന്നെയാണ്. പിന്നെ കൂടുതലും ക്ലാസ്സില്ലാത്ത ദിവസത്തിനാണ് കൂടുതലും പത്തിരി ഉണ്ടാക്കാറ്. അപ്പോൾ അത് കാരണം പ്രസ്സില്ലാത്ത കാരണം ഞാൻ ഒരു പാക്കറ്റ് നമ്മൾ സ്നാക്സൊക്കെ മേടിക്കുന്ന ആ ഒരു കവറിൽ പ്രസ് ചെയ്തിട്ടൊക്കെയാണ് പത്തിരി പരത്തിയെടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്ന പോലെ തോന്നും. കാരണം പ്രസ്സിൽ പരത്തുന്നതിൻ്റെ അത്ര സ്പീഡ് ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഹസ്ബൻഡ് ക്ലാസ്സില്ലാത്ത ദിവസം അങ്ങനെയാണ് ഈ പത്തിരി ഉണ്ടാക്കാറ്. ഒന്ന് ചൂടാറിയതിന് ശേഷം പൊടിയൊക്കെ ഒന്ന് നമുക്ക് കുഴച്ച് ഉരുളകളാക്കി എടുക്കണം. പരത്തലും ചുടലും എല്ലാം ഒരുമിച്ച് ഒരേ ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന നമുക്ക് പെട്ടെന്ന് പണി തീർക്കാമല്ലോ. ആദ്യം എല്ലാം പരത്തി വെച്ച് പിന്നെ ചൂടാൻ നിൽക്കുമ്പോൾ ഒരുപാട് ടൈം പോകുമല്ലോ. കാരണം ഈ ഒരു ഫ്രൈ പാനിൽ 3-4 പത്തിരിച്ചിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് പരത്തി വെച്ച് ആ ഒരു ഗ്യാപ്പിൽ പത്തിരിച്ചിട്ട് അങ്ങനെയാണ് എടുക്കണം.
അങ്ങനെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരിക്ക് പാലെടുക്കണം. അപ്പം തന്നെ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള പാൽ ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി കുടിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാം കേട്ടോ. പിന്നെ പത്തിരിയും പാലും കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതുകൊണ്ട് മറ്റാൾ മീൻ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് അപ്പത്തിനും കറി അതിലുള്ള കൂട്ടൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാല് റെഡി ആയിട്ടുണ്ട്. ഇനി പച്ചമാങ്ങ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ചിട്ട് മാങ്ങ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച്. മെയിനായിട്ട് മാങ്ങ ഉള്ളതുകൊണ്ടാണ് ഇന്ന് മീൻ മേടിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങ ഇട്ടിട്ട് കറി വെക്കാൻ. ഇപ്പോൾ സീസണൊക്കെ ആയില്ലേ. അപ്പോൾ ഇനി പച്ചമാങ്ങക്കാണ് നമുക്ക് കൂടുതലും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് വീട്ടിലുണ്ടായ നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അങ്ങനെ അതാ മീൻ കറി ഉണ്ടാക്കാനുള്ള അതിലേക്കുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻ എത്തിയിട്ടില്ല, പക്ഷെ നമുക്ക് കൂട്ടെല്ലാം റെഡിയാക്കി വെക്കാം. അങ്ങനെ ഉലുവയും കുറച്ച് ഉള്ളി ഇട്ടിട്ട് മാങ്ങയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് ഈ തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മീൻ കറിയുടെ കൂട്ട് സെറ്റാക്കി വെക്കാം. ഞാൻ പല ടൈപ്പിലും മീൻ കറി ഉണ്ടാക്കും. ആദ്യം പാലിൽ ഇതുപോലെ പൊടികളൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇതുപോലെ ഉലുവട്ട് വഴറ്റി പൊടികളൊക്കെ ആദ്യം ഒപ്പിച്ചിട്ട് അതിന് ശേഷം പാലൊഴിച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കും. മാങ്ങ ഇട്ട് നന്നായിട്ട് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയും മസാലയും ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ.
അപ്പോഴേക്കും നമ്മളുടെ മീൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയില്ല. ഈ മീനിന് നിങ്ങളുടെ അവിടെ എന്താണെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇതിനും ആസിഫിനും ഇവിടെ കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു, കേരളം വരക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ട്രേസ് എടുത്തിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയോട് മാർക്ക് ചെയ്ത് വരക്കാനൊക്കെ പറഞ്ഞ്. അപ്പോൾ ആളത് എല്ലാ ജില്ലകളും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഞാൻ വരച്ചതിലില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, എന്നാലും കുഴപ്പമില്ല, അവനത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറച്ചൊന്നുമില്ല, 2 ഓൺലൈൻ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു വേഫർ ചോക്ലേറ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മധുരം കൂടുതലാണ് കേട്ടോ അതിന്. അങ്ങനെ ഇതാ കുറച്ച് ഫ്രീ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി അതൊന്ന് സ്ക്രഞ്ചീസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും വേഫർ ഒന്ന് കഴിച്ചിട്ട് തുടങ്ങാമല്ലേ. അപ്പോൾ എന്തായാലും ഒരെണ്ണം കഴിച്ചേക്കാം. അപ്പോൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയിട്ട്, അപ്പോൾ ഇനി എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാം. ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കണമല്ലോ. ഇപ്പോൾ ചോറ് വെക്കണം, പിന്നെ മീൻ വറക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചണിൽ വന്നപ്പോൾ ഇതാ നിറച്ച് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ. കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്കറിൽ ചോറ് വെച്ചിട്ട് അപ്പത്തിനും കറണ്ട് വന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ വന്നപ്പോൾ എല്ലാതും ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ, ഫോട്ടോ എടുക്കാനും പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഇതുപോലുള്ള പരിപാടിക്കൊക്കെ ആസിഫിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കവറുകൾ കൊടുത്തിട്ട്. അങ്ങനെ ആ പാക്കിങ് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡ് കഴിക്കണമൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സൈഡ് കളി കാണുന്ന കാരണം കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത്. സ്ക്രഞ്ചീസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ ടോപ്പ് തയ്ച്ചെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും